ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കൃഷ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ ഇന്നെൻ്റെ അനിയൻ്റെ കല്യാണ തലേ ദിവസമാണ്. അപ്പോൾ ഇത് ഒരുക്കങ്ങളൊക്കെ ഏകദേശം ആയിട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. അപ്പോൾ വീട്ടിലിതാ എല്ലാവരും ഇപ്പോൾ ഓഡിറ്റോറിയത്തേക്ക് പോയത്. ഇവിടെ അമ്മയൊക്കെ ഉണ്ട്, അമ്മയൊക്കെ ബേപ്പൂരിൽ വന്ന് അകത്ത് ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാർ മാത്രം ഇവിടെ ഉണ്ട്. ഇതുവരെ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒന്ന് കുറച്ച് ഫ്രീ ആയിട്ടുള്ളൂ. മേലെ അവൻ്റെ റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത് ഒരുപാട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ബാക്കി ഞാൻ കാണിക്കാം. വൈകുന്നേരം ആയപ്പോഴേക്കും ഇതേ ബേപ്പൂരിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പാപ്പി, അമ്മ, ആതിരയും ജീവയാക്കിനെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇതേ ഓഡിറ്റോറിയത്തിലേക്ക് പോവാൻ നിൽക്കുക. ഒരുവിധം എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ മുകൾ വശത്ത് എന്തൊക്കെയാ അവന്റെ റൂമില് ഫാബ്രിക്കേഷന്റെ പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ റെക്കോർഡായി എന്ന് വിചാരിച്ചു, പക്ഷെ റെക്കോർഡായിട്ടില്ലായിരുന്നു. അപ്പൊ അത് ഈ ഒരു സന്ധ്യാസമയമായപ്പോ പെണ്ണിന് പുടവ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാൻ റെഡിയാവുക കേട്ടോ. അപ്പൊ പെണ്ണിന്റെ സാരിയും ബ്ലൗസ് അങ്ങനെ ചെരുപ്പ് കാര്യങ്ങൾ അങ്ങനെ എല്ലാ സാധനങ്ങളും ഇതേ പെട്ടിയിൽ അടുക്കി പെറുക്കി വെക്കുക കേട്ടോ. ഒന്നും മിസ്സായി പോകരുതല്ലോ. അപ്പൊ എല്ലാം കൃത്യനിഷ്ഠയോടെ എല്ലാം ചെയ്ത് ഭംഗിയാക്കി വെക്കുക കേട്ടോ. അപ്പൊ ഞാനും എൻ്റെ കുറച്ച് അനിയത്തിമാരും നാത്തുമാരും കേട്ടോ അത് കൊണ്ടു കൊടുക്കാൻ പോകുന്നത്. വളരെ കുറച്ചാളും ഞങ്ങൾ ഒരു കാറിന് കൊള്ളാവുന്ന ആളുകൾ മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ കല്യാണ പെണ്ണിന് പുടവ കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എല്ലാവരും ഇതാ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ പുടവ എടുത്തിട്ട് നമുക്ക് ഇറങ്ങാം. അങ്ങനെ ഇതേ ഒട്ടും വൈകിപ്പിക്കാതെ ഞങ്ങൾ പുടവ കൊടുക്കാനായിട്ട് ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങളുടേത് എൻ്റെ കുറച്ച് അനിയത്തിമാരും നാത്തൂന്മാരും മാത്രമേ ഉള്ളൂ. പിന്നെ ഇതേ ബീത്താറിനാട്ടോ വണ്ടി ഓടിക്കാണ്ടായിരുന്നത്. ഏട്ടനെ കൂട്ടിയിട്ടാട്ടോ ഞങ്ങൾ പോയത്. അപ്പതേ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ഒരുവിധ സമയം കേട്ടോ. പോകുന്ന വഴിക്കായതുകൊണ്ട് എന്താ പള്ളിപ്പെരുന്നാളൊക്കെ നടക്കുന്നത് കാരണം കുറച്ച് ബ്ലോക്കിലൊക്കെ പെട്ടു കേട്ടോ. ഇവിടുന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ പെണ്ണിന്റെ വീട്ടിലേക്ക് അരമണിക്കൂർ ട്രാവലിങ്ങേ ഉള്ളൂ. എത്തിയപ്പോൾ ഇതേ 1 മണിക്കൂറിൻ്റെ അടുത്ത് ആവാനായിട്ടോ. കുറച്ച് ലേറ്റായി പോയി. പെരുന്നാളിന്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലേറ്റായി. അപ്പോൾ പെണ്ണിന്റെ വീട്ടിലെ കല്യാണം വേറെ സ്ഥലത്ത് വെച്ചിട്ട്, വീട്ടില് കല്യാണ മണ്ഡപമൊക്കെ വീട്ടിൽ തന്നെ. അപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ നടക്കുന്നത് അപ്പുറത്ത് കുറച്ച് വിട്ട് മാറിയിട്ടാട്ടോ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് അവര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പൊ ഞങ്ങളെ കാത്ത് നിൽക്കുന്നു. അപ്പൊ ഞാൻ ചെന്നപ്പോ ദേ ജ്യൂസൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ സംസാരിച്ചിരിക്കുക കേട്ടോ. അപ്പൊ നേരെ ദേ ചടങ്ങിലേക്ക് കടന്നു. പിന്നെ ഒട്ടും വൈകിക്കാതെ തന്നെ ഞങ്ങൾ ദേ ചായ സ്നാക്സ് ഒക്കെ കഴിച്ചു ട്ടോ. അതിനുശേഷം ഞങ്ങൾ വേഗം തന്നെ അവിടുന്ന് ഇറങ്ങാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നാമത് ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ലേറ്റായി. പിന്നെ നമുക്ക് ദേ ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ നല്ല പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. തലേ ദിവസത്തെ ചെക്കൻ്റെ ഫ്രണ്ട്സിൻ്റെയും നമ്മുടെ റിലേറ്റീവ്സിൻ്റെയും നെയ്ബേഴ്സിൻ്റെ ഒക്കെ എല്ലാവരുടെ പരിപാടികളും നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ ഓഡിറ്റോറിയത്തിൽ എത്താൻ വേണ്ടിയിട്ട് വേഗം പോന്നു ട്ടോ. ഇപ്പൊ ദേ ഓഡിറ്റോറിയത്തിലെത്തി. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളിത് അവിടെ പോയി വന്നതിന് ശേഷം വേഗം എന്താ ഫുഡ് കഴിക്കാനായിട്ടോ പോയത്. അപ്പോൾ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ഏട്ടന്മാരൊക്കെ തന്നെ വേഗം തന്നെ സെർവ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ ദേ ഹാളിലേക്ക് പോയിട്ടോ. അപ്പോൾ അത് ചെക്കൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ദേ നല്ല തകൃതിയായി അവർ ഒരു കൂട്ടർ പാട്ട് പാടുന്നു, പിന്നെ ഒരു കൂട്ടർ ഡാൻസ് കളിക്കുന്നു. അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ കുറച്ചൊക്കെ ആൾക്കാർ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മക്കളൊക്കെ നല്ല തകൃതിയായിട്ട് ചാടി കളിക്കുന്നു. നല്ല അടിപൊളി പാട്ടും നല്ല എൻജോയ്മെന്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. കുറേ നേരം അതൊക്കെ ആസ്വദിച്ചിരുന്നു.
അങ്ങനെ ദേ ഒരുവിധം ഡാൻസും പാട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേ ഞങ്ങൾ ഗ്രൂം ടു ബി ആരംഭിച്ചു കേട്ടോ. അപ്പൊ ഞങ്ങൾ ഡ്രസ് കോഡൊക്കെ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും ബ്ലാക്ക് ഇടണം എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ കസിൻസും റിലേറ്റീവ്സും അങ്ങനെ എല്ലാവരും ദേ ബ്ലാക്ക് ഒക്കെ ഇട്ട് എല്ലാം നല്ല ചില്ലുകളായിട്ട് നിൽക്കുക കേട്ടോ. അപ്പൊ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിരുന്നു. ഗ്രൂം ടു ബി ആഘോഷിക്കാനായിട്ട് എല്ലാവരും ഉഷാറായിരുന്നു കേട്ടോ. അപ്പൊ ദേ നല്ല കളർ കോഡിലൊക്കെ തന്നപ്പോ നല്ല ഭംഗിയുണ്ടായിരുന്നു, എല്ലാവരും നല്ല ഒത്തൊരുമയോടെ കേട്ടോ. അപ്പൊ ഞങ്ങൾ ദേ ഇതിന് ശേഷം നല്ല ഡാൻസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഒരു തട്ടിക്കൂട്ട് ഡാൻസ്. എന്തായാലും എല്ലാവരും ഒത്തൊരുമയോടെ ഞങ്ങൾ ഇതൊക്കെ ആഘോഷിക്കപ്പതേ കേക്ക് കട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നല്ല ആഹ്ലാദത്തോടെ ഞങ്ങളൊക്കെ കേക്കൊക്കെ കട്ട് ചെയ്ത് നല്ല ഉഷാറാക്കിയിട്ട പരിപാടി. One, two, three, go! അങ്ങനെ ഇതേ കല്യാണത്തലേന്നത്തെ പരിപാടികളെല്ലാം ഞങ്ങൾ എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് തകർത്തു ട്ടോ. അടിപൊളി പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം ദേ ഞങ്ങള് നേരെ വീട്ടിലേക്ക് യാത്രയായി ട്ടോ. ഇനി രാവിലെ ദേ കല്യാണ പരിപാടീന്റെ കാര്യങ്ങളും ചടങ്ങുകളും എല്ലാം നേരത്തെ തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു 10:30 ആയപ്പോൾ തന്നെ പരിപാടികളെല്ലാം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓഡിറ്റോറിയത്തിൽ ഇപ്പൊ അങ്ങനെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ട്ടോ. നേരത്തെ തന്നെ പരിപാടി അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ അവസാനിപ്പിച്ച്, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, സീ യു.